സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ സമയവും സാഹചര്യവും ഒന്നും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശിനിയായ സോഫിയ ജെയിംസ്. 3 കുട്ടികളുടെ അമ്മയായ സോഫിയ ഇന്ന് റാമ്പുകളിലെ മിന്നും താരമാണ്. വിവിധ സൗന്ദര്യ മത്സര വേദികൾ കീഴടക്കിയ നിശ്ചയദാർഢ്യത്തിന്റെ വിജയഗാഥയാണ് ഇനി. കഴിഞ്ഞ മെയ് മാസത്തിൽ ജയ്പൂരിൽ നടന്ന മിസിസ് ഇന്ത്യ മത്സരത്തിൽ മികച്ച വ്യക്തിത്വത്തിനുള്ള ഗോൾഡൻ ഹാർട്ട് പുരസ്കാരം, മിസിസ് കേരള വേദിയിൽ ബ്യൂട്ടിഫുൾ സ്കിൻ ടൈറ്റിൽ, നവംബറിൽ UMB പേഗൻ ഡൽഹിയിൽ വെച്ച് നടത്തിയ മിസിസ് ഇന്ത്യ മത്സരത്തിൽ ഫൈനലിസ്റ്റുകളിൽ ഒരാൾ. 41-കാരിയായ സോഫിയ റാമ്പുകളിൽ നിന്ന് നേടിയെടുത്തത് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ്. എന്റെ ഹസ്ബൻഡിന് എന്റെ ആഗ്രഹം ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ മത്സരങ്ങളൊക്കെ വാച്ച് ചെയ്യുകയും അതിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഉള്ളിൽ താല്പര്യമുണ്ടെന്ന് ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ചേട്ടൻ തന്നെയാണ് എന്നോട് മിസ്സിസ് കേരളയുടെ പരസ്യം ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ നീ അപേക്ഷിച്ച് നോക്ക് ഒത്തിരി നിർബന്ധിക്കും. ആദ്യം എനിക്ക് അത്ര അങ്ങോട്ട് കോൺഫിഡൻസ് തോന്നിയിരുന്നില്ല. പിന്നെ ചേട്ടന്റെ ഒന്നും കൂടി നിർബന്ധിച്ച് നീ അപേക്ഷിച്ച് നോക്ക്, വിളിച്ചു നോക്കാനൊക്കെ പറഞ്ഞ് ഞാൻ അപേക്ഷിക്കും. പിന്നീട് എനിക്ക് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ മത്സരത്തെ തുടർന്ന് പിന്നീട് എനിക്ക് മിസ്സിസ് ഇന്ത്യ, മിസ്സിസ് വേൾഡ് ഇന്റർനാഷണൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന UMB പേജൻസ്, ഈ മത്സരങ്ങളിലെല്ലാം എനിക്ക് പങ്കെടുക്കാൻ പിന്നീട് എനിക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. LIC നെടുങ്കണ്ടം ഡിവിഷനിലെ ഡെവലപ്മെന്റ് ഓഫീസറായ സോഫിയ 3 കുട്ടികളുടെ അമ്മയായ ശേഷമാണ് കോളേജ് കാലഘട്ടം മുതൽ ഒപ്പം ചേർന്ന ഫാഷൻ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും നടന്നു തുടങ്ങിയത്. ആർക്കിടെക്റ്റായ ഭർത്താവ് എബ്രഹാമിന്റെ നിർബന്ധത്തെ തുടർന്നായിരുന്നു 2023 മിസ്സിസ് കേരള മത്സരത്തിനായി അപേക്ഷ സമർപ്പിച്ചത്. ഞാൻ LICയിലെ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്തു വരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓരോരുത്തരും സൗന്ദര്യ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതും സമ്മാനം നേടുന്നതൊക്കെ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, പോകാൻ പറ്റുമോ. അതൊന്നും പിന്നീട് ആ സമയങ്ങളിലൊന്നും നടന്നില്ല. പിന്നീട് വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം മിസ്സിസ് കേരളയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി എനിക്കതിൽ പങ്കെടുക്കുകയും അതിലെനിക്ക് ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സ്കിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷം മിസ്സിസ് ഇന്ത്യ ഗോഡസിൽ പങ്കെടുത്തു. അവിടെയും എനിക്ക് ഏറ്റവും ഗോൾഡൻ ഹാർട്ട് എന്ന് പറഞ്ഞ ഏറ്റവും നല്ല വ്യക്തിക്കുള്ള ഒരു സമ്മാനം കിട്ടി. അതിനുശേഷം മിസ്സിസ് വേൾഡ് ഇന്റർനാഷണൽ, ഇപ്പം അവസാനമായിട്ട് നടന്ന UMB പേജൻ മിസ്സിസ് ഇന്ത്യയിൽ പങ്കെടുത്തു. ഇനി വേറൊരു മിസ്സിസ് ഇന്ത്യ ഗ്ലോബ് എന്ന് പറഞ്ഞ അവരുടെ ബ്യൂട്ടി പേജന്റിലും പങ്കെടുക്കാനായിട്ട് എനിക്കിപ്പം അവസരം ലഭിച്ചു. മിസ്സിസ് കേരള മത്സരത്തിന് മുന്നോടിയായുള്ള ഓഡീഷൻ കഴിഞ്ഞ ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തയ്യാറെടുപ്പിനായി ലഭിച്ചത്. ഓൺലൈൻ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തും മുൻ മത്സരങ്ങളുടെ വീഡിയോകൾ കണ്ടും നേടിയ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിയാണ് റാമ്പിൽ ഇറങ്ങിയത്. ആദ്യ മത്സരവേദിയിൽ നിന്ന് ലഭിച്ച ഊർജം കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കരുത്തായി. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫോർ എവർ സ്റ്റാർ ഇന്ത്യ നടത്തിയ സൂപ്പർ വുമൺ സൂപ്പർ ഹീറോ മത്സരത്തിലെ മൾട്ടി ടാലന്റ് പുരസ്കാരം, ദിവ പ്ലാനറ്റിന്റെ ഇൻസ്പിറേഷണൽ വുമൺ റോൾ മോഡൽ പുരസ്കാരം, ഇങ്ങനെ സോഫിയയുടെ നേട്ടങ്ങളുടെ നിര ഇനിയും ഒരുപാടുണ്ട്. ഇനി മിസ്സിസ് ഇന്ത്യ ഗ്ലോബിന്റെ സീസൺ 8 മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ.